ഭാഗവതം കാൻഡോ 2 ചാപ്റ്റർ 5. ഭാഗവതം സ്കന്ധം 2 അധ്യായം 5. നാരദ ഉവാച ദേവദേവ നമസ്തേസ്തു ഭൂതഭാവന പൂർവജ തദ്വിജാനീഹി യജ്ഞാനമാത്മതത്വനിദർശനം യദ്രൂപം യദധിഷ്ഠാനം യദസൃഷ്ടമിദം പ്രഭോ യത് സംസ്ഥം യത്പരം യച്ച തത്തത്വം വദ തത്വതഃ സർവം ഹേതദ്ഭവാൻ വേദഭൂതഭവ്യഭവത് പ്രഭുഃ കരാമലകവദ്വിശ്വം വിജ്ഞാനാവസിതം തവ യദ്വിജ്ഞാനോ യദാധാരോ യത്പരസ്ത്വം യദാത്മകഃ യേകസൃജതി ഭൂതാനി ഭൂതൈരേവാത്മമായയാ ആത്മൻ ഭാവയസേതാനി ന പരാ ഭാവയൻ സ്വയം ആത്മശക്തിമവഷ്ടഭ്യ ഊർണനാഭിരിവാക്ലമഃ നാഹം വേദ പരം ഹ്യസ്മിന്നാപരം ന സമം വിഭോ നാമരൂപഗുണൈർഭാവ്യം സദസത്കിഞ്ചിദന്യതഃ സഭവാനചരദ്ഘോരം യത്തപസ്സു സമാഹിതഃ തേന ഖേദയസേനസ്ത്വം പരാശങ്കാം പ്രയച്ഛസി യേതന്മേ പൃച്ഛതഃ സർവം സർവജ്ഞ സകലേശ്വര വിജാനീഹി യദൈവേദമഹം ബുദ്ധ്യേനുശാസിതഃ ബ്രഹ്മോവാച സമ്യക് കാരുണികസ്യേദം വത്സത്തെ വിചികിത്സിതം യദഹം ചോദിതഃ സൗമ്യ പരധർമ്മ പ്രദർശനേ നാനൃതം തവ തച്ചാപി യഥാ മാം പ്രബ്രവീഷി ഭോ അവിജ്ഞായ പരം മത്ത യേതാവത്വം യദോഹി മേ യേന സ്വരോചിഷാ വിശ്വം രോചിതം രോചയാമ്യഹം യഥാർഗോഗ്നിര്യഥാ സോമോ യഥർക്ഷത്രഹതാരകാഃ തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി യന്മായയാ ദുർജയയാ മാം ബ്രുവന്തി ജഗദ്ഗുരും വിലജ്ജമാനയായസ്യസ്താദുമീക്ഷാപദേ മുയാ വിമോഹിതാ വിഗദ്ധന്തേ മമാഹമിതി ദുർധിയഃ ദ്രവ്യം കർമ്മജ കാലശ്ച സ്വഭാവോ ജീവ ഏവ ച വാസുദേവാത് പരോ ബ്രഹ്മന്ന ചാന്യോർത്ഥോസ്തി തത്വതഃ നാരായണ പരാ വേദ ദേവ നാരായണാംഗജാഃ നാരായണ പരാ ലോക നാരായണ പരാമകാഃ നാരായണ പരാ യോഗോ നാരായണ പരം തപഃ നാരായണ പരം ജ്ഞാനം നാരായണ പരാ ഗതിഃ തസ്യാഭിദ്രഷ്ടുരീശസ്യ കൂടസ്ഥസ്യാഖിലാത്മനഃ സൃജ്യം സൃജാമി സൃഷ്ടോഹമീക്ഷയൈവാഭിചോദിതഃ സത്വം രജസ്തമ ഇതി നിർഗുണസ്യ ഗുണാത്രയഃ സ്ഥിതി സർഗ നിരോധേഷു ഗൃഹീതാ മായയാ വിഭോഃ കാര്യകാരണ കർത്തൃത്വേ ദ്രവ്യജ്ഞാന ക്രിയാശ്രയാഃ ഭദ്രന്തി നിത്യദാ മുക്തം മായിനം പുരുഷം ഗുണാഃ സ ഏഷ ഭഗവാൻ ലിംഗൈസ്ത്രിഭിരേഭിരധോക്ഷജഃ സ്വലക്ഷിത ഗതിർബ്രഹ്മൻ സർവേഷാം മമ ചേശ്വരഃ കാലം കർമ്മ സ്വഭാവം ച മായേശോ മായയാ സ്വയാ ആത്മൻ യദൃച്ഛയാ പ്രാപ്തം വിബുഭൂഷുരുപാദദേ കാലാത് ഗുണവ്യതികര പരിണാമ സ്വഭാവതഃ കർമ്മണോ ജന്മ മഹത പുരുഷാധിഷ്ഠിതാദഭൂത് മഹതസ്തു വികുർവാണാദ്രജഃ സത്തോപബ്രംഹിതാത് തമപ്രധാനസ്ത്വഭവദ്രവ്യജ്ഞാനക്രിയാത്മകഃ
सोऽहङ्कार इति प्रोक्तो विकुर्वन् समभूत्रिता वैकारिकस्तैजसश्च तामसश्चेदि यद्भिदा द्रव्यशक्तिक्रियाशक्तिर्ज्ञानशक्तिरिति प्रभो तमसादविभूतादिर्विकुर्वाणादभून्नभः तस्य मात्रा गुणशब्दो लिङ्गं यद्द्रष्टुदृश्ययोः नभसोऽधविकुर्वाणादभूत्स्पर्शगुणो निलः परान्वयाच्छब्दवाञ्च प्राणवोजस्सहो बलम् वायोरपि विकुर्वाणात् कालकर्मस्वभावतः उदपद्यत तेजो वैरूपवत्स्पर्शशब्दवत् तेजसस्तु विकुर्वाणादासीदम्भोरसात्मकम् रूपवत्स्पर्शवच्चाम्बोघोषवच्च परान्वयात् विशेषस्तु विकुर्वाणादम्भसो गन्धवानभूत् परान्वयाद्रसस्पर्शशब्दरूपगुणान्वितः वैकारिकान्मनोजज्ञे देवा वैकारिकादश दिग्वादार्कः प्रचेदोऽश्विवन्यीन्द्रोपेन्द्रमित्रकाः तैजसात्तु विकुर्वाणादिन्द्रियाणि दशाभवन् ज्ञानशक्तिक्रियाशक्तिबुद्धिप्राणस्तु तैजसौ श्रोत्रं त्वग्घ्राणदृग्जिह्वा वाग्दोर्मेढ्राङ्गिपायवः यदैते सङ्गदा भावा भूतेन्द्रियमनोगुणाः यदा यतननिर्माणेन शेगुर्ब्रह्मवित्तमा तदा संहत्य चान्योन्यं भगवच्चक्रिचोदिताः सदसत्त्वमुपादाय चोभयं ससृजुर्ह्यतः वर्षपूगसहस्रान्ते तदण्डमुदकेशयम् कालकर्मस्वभावस्तो जीवो जीवमजीवयत् स एव पुरुषस्तस्मादण्डं निर्भिद्य निर्गतः सहस्रोर्वङ्घ्रिबाह्वक्षसहस्राननशीर्षवान् यस्येह वयवैर्लोकान् कल्पयन्ति मनीषिणः कड्यादिभिरधः सप्तसप्तोर्ध्वं जघनादिभिः पुरुषस्य मुखं ब्रह्मक्षत्रमेधस्य बाहवः ऊर्वोर्वैश्यो भगवदः पद्भ्यां शूद्रोऽभ्यजायत भूर्लोकः कल्पितपद्भ्यां भुवर्लोकोऽस्य नाभितः कृता स्वर्लोक उरसा महर्लोको महात्मनः ग्रीवायां जनलोकश्च तपोलोकस्तनद्वयात् मूर्तभिः सत्यलोकस्तु ब्रह्मलोकः सनातनः तत्कट्यां चादलं क्नोप्तं मूरुभ्यां वितलं विभोः जानुभ्यां सुतलं शुद्धं जङ्घाभ्यां तु तलातलम् महातलं तु गुल्फाभ्यां प्रपदाभ्यां रसातलं पातालं पादतलद इति लोकमयः पुमान् भूर्लोकः कल्पितपद्भ्यां भुवर्लोकोऽस्य नाभितः स्वर्लोकः कल्पितो मूर्ध्ना इति वा लोककल्पना इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां द्वितीयस्कन्धे 5मोऽध्यायः।